അപ്പൊ സർപ്രൈസ് എങ്ങനെയാ കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി സർപ്രൈസ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സർപ്രൈസ് കൊടുക്കുന്നത് ആയിരിക്കാം നിങ്ങൾ അറിയണ്ടേ? അതായത് എൻ്റെ സ്വന്തം ബ്ലഡ് ആയിട്ടുള്ള എൻ്റെ ഏട്ടനാണ് ഞാൻ ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സർപ്രൈസ് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഇന്ന് ഏട്ടൻ ലീവാണ്, ഏട്ടൻ എവിടെയും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അപ്പോൾ രാവിലെ മുതൽ ഞാൻ ഇന്ന് ബർത്ത്ഡേ ആണെന്നുള്ളൊരു കാര്യത്തും കൂടി ഏട്ടൻ്റെ കൂടെ അനങ്ങിയിക്കില്ല കേട്ടോ. കാരണം പിന്നെ സ്റ്റാറ്റസ് ഇട്ടിക്കുന്നല്ലാണ്ട് ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും, എന്താ ദൈവമേ ഇവർക്കൊന്നും ഒരു റിയാക്ഷൻ ഇല്ലാലോ, ആരും എന്നെ വിഷ് ചെയ്യുന്നൊന്നും ഇല്ലാലോ എന്നെല്ലാം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും. അതുമാത്രമല്ല, പിന്നെ എൻ്റെ ഏട്ടനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഭയങ്കര ബോണ്ടാണ് കേട്ടോ. അവർ തമ്മിൽ ഭയങ്കര അലിയൻ സ്നേഹമാണ്. അപ്പോൾ ലാലുവേട്ടൻ ബർത്ത്ഡേക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിഷ്ണുവേട്ടനോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലാലുവേട്ടനെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഇന്ന് വരൂല, ഞാൻ കണ്ണൂർ വർക്കിലാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അന്നേരം തന്നെ അയാളെ മുഖം ഒന്ന് വാടുകയെല്ലാം ചെയ്ത് കിട്ടോ. കാരണം അലിയൻ ഇല്ലാന്ന് പറഞ്ഞാലും തന്നെ ഏട്ടന് അത്യാവശ്യം സങ്കടമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് അലിയൻ മറ്റൊരു അലിയന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി വരികയാണ്. ഇന്ന് വരൂലെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർപ്രൈസ് ആയിട്ട് ലാലോട്ടൻ വരുന്നുണ്ട്. അപ്പോൾ ഉള്ള അളിയൻ്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് അതുപോലെ തന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇല്ല, വിഷ്ണുവേട്ടൻ്റെ വിചാരം ഒന്നുമില്ല എന്നാണ്. ഞാനത് ചെറുതായിട്ട് സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ബർത്ത്ഡേൻ്റെ പാർട്ടിയിൽ വെച്ച് കാണാം. പാർട്ടി ഒന്നല്ല, ചെറിയൊരു ഫംഗ്ഷൻ, അതിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ. നിങ്ങൾക്കിത് കണ്ടു നിൽക്കാൻ വളരെ എളുപ്പമാണെങ്കിൽ എനിക്കിതൊരു ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. വിഷ്ണുവേട്ടനൊന്ന് കണ്ണ് പൊത്തിക്കൊണ്ടുപോകാൻ ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് കൊന്നിട്ട് വരുന്നില്ല. അവസാനം ഞാൻ ഉന്തി എങ്ങനെയോ കൊണ്ടുപോയിട്ട് കണ്ണ് പൊത്തി കൊണ്ടുവരാണ് കേട്ടോ. അപ്പോൾ വിഷ്ണുവേട്ടൻ അറിയൂല, എന്തോ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. കണ്ണൂർ ബസ് സ്റ്റാൻഡിലാണ്. കണ്ണൂർ ബസ് സ്റ്റാൻഡിലാണ്. അവിടെ ഹാപ്പി ബർത്ത്ഡേ അളിയ. ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ കാണുന്നൊന്നുമില്ല, രണ്ട് ഇരുട്ടത്ത് അളിയനെ കാണിട്ട് കാസർഗോഡ് വണ്ടിയില്ല 300-600 പറഞ്ഞ ഗിയറിലും മാറ്റിയത് 5 6 7 ഗിയറിലും കിട്ടു പോയത്. റോട്ട് വന്നില്ലേ ഇപ്പൊ മഴ ഫുൾ തീവാറുന്നു. ആരുടെ പോയില്ല, മാമന്റെ അടുത്ത് പോട്. ഒരു മാമനും ഇല്ല, അച്ഛൻ വന്ന ഒരാളുമില്ല, അച്ഛനെയാ വേണ്ടു. അച്ഛൻ 10 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ എന്തായാലും ഞങ്ങളുടെ എഫേർട്ട് വെറുതെ ആയില്ല. വിഷ്ണുവേട്ടൻ നന്നായിട്ട് സർപ്രൈസ് ആയിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരളിയൻ മറ്റൊരളിയൻ്റെ കേക്ക് സെറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാണ് കേട്ടോ വിഷ്ണുവേട്ടൻ്റെ ബർത്ത്ഡേ കേക്ക്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇവരൊക്കെ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ എന്താ നടക്കുന്നതെന്ന്. യാലിയൻ്റെ കുരുത്തക്കേട് കണ്ടിട്ടാട്ടോ ഇവരൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. കേക്ക് കേക്ക് Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. ഞാനൊരു പെങ്ങളൂടി പെങ്ങളെ ഭയങ്കര ടേസ്റ്റ് കേക്കിന്. കേക്ക് അടിപൊളിയാ. അവനോട് കേക്ക് കട്ടിക്കൊക്കെ നല്ല അടിപൊളിയായി കഴിഞ്ഞ് പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് മന്തിയാണ് കേട്ടോ, ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് മന്തിയാണ്. അപ്പം എല്ലാവരും
വട്ടത്തിലിരുന്ന് കഴിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ നല്ല രസമാണല്ലോ അല്ലെ, എല്ലാവരും വട്ടത്തിലൊക്കെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് കളിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.